യുദ്ധം ഒടുങ്ങിയിട്ടും യുദ്ധത്തെക്കുറിച്ചുള്ള വീരവാദങ്ങൾക്ക് മാത്രം യാതൊരു കുറവുമില്ല. നേരത്തെ ഇറാനും ഇസ്രയേലും യുദ്ധത്തിൽ തങ്ങൾക്കാണ് ജയമെന്നും വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ പോലും തടയാൻ തയ്യാറാണെന്നുമുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴത്തെ ആ സ്ഥാനത്തേക്ക് അമേരിക്ക കൂടി എത്തിയിട്ടുണ്ട്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ബോംബാക്രമണം അവരുടെ ആണവ പദ്ധതിയെ സാരമായി ബാധിച്ചു എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആണ് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പലതും പിന്നോട്ട് പോയതായും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. ഇതിന് വിരുദ്ധമായി പുറത്തു വന്ന പല റിപ്പോർട്ടുകളെയും ഹെഗ്സെത്ത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇറാനിൽ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ ഏജൻസികൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിനെയാണ് പ്രതിരോധ സെക്രട്ടറി ഒരു മയവുമില്ലാതെ തള്ളിക്കളയുന്നത്. ഇറാനിലെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചുവെന്നും അത് പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും സൂചിപ്പിക്കുന്ന CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിന്റെ പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള പുതിയ ഇന്റലിജൻസ് രേഖകൾ ഹെഗ്സെത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ വാർത്താ സമ്മേളനത്തിലുടനീളം സാങ്കേതിക വിശദാംശങ്ങളും ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളുടെ ചരിത്രവുമാണ് ഹെഗ്സെത്ത് വിവരിച്ചത്. US സൈനിക ബോംബർ വിമാനങ്ങൾ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ 30,000 പൗണ്ട് ഭാരമുള്ള 15ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ നടന്ന US വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇറാൻ ഫോർദോ കേന്ദ്രത്തിൽ നിന്നും സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ആഴ്ച ആണവ വിദഗ്ധർ പറഞ്ഞിരുന്നു. ആക്രമണത്തിന് മുന്നോടിയായുള്ള ദിവസങ്ങളിൽ ഫോർദോയിൽ അസാധാരണമായ പ്രവർത്തനം നടന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കേന്ദ്രത്തിന് പുറത്ത് വാഹനങ്ങളുടെ നീണ്ട നിരയും കാണാമായിരുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 60% സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ആക്രമണത്തിന് മുൻപ് ഇറാൻ രഹസ്യസ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. കാരണം അത് ഫോർദോയിൽ ഉണ്ടായിരുന്നില്ല. ഇതിനു മറുപടിയായി ഹെഗ്സെത്ത് പെന്റഗൺ വാർത്താ സമ്മേളനത്തിൽ ഈ വാദങ്ങൾ തള്ളിക്കളയുകയും ആക്രമണങ്ങളുടെ വിജയം കുറച്ചു കാണിച്ചതിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ആക്രമണങ്ങൾ ഇറാനിലെ ആണവ പദ്ധതി ഏതാനും മാസങ്ങൾ മാത്രം വൈകിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി വിലയിരുത്തലിനെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ശേഷം ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും രഹസ്യവുമായ സൈനിക നടപടിക്ക് പ്രസിഡന്റ് ട്രംപ് നേതൃത്വം നൽകുകയുണ്ടായി. അതൊരു മികച്ച വിജയമായിരുന്നു എന്നും അതിന്റെ ഫലമായി ഇറാനിൽ ഒരു വെടിനിർത്തൽ കരാറും 12 ദിവസത്തെ യുദ്ധവും അവസാനിച്ചു എന്നുമാണ് ഹെഗ്സെത്ത് പറഞ്ഞത്. മാത്രമല്ല ഇറാന്റെ ആണവശേഷിയെ അമേരിക്ക ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെട്ട അദ്ദേഹം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യവും സങ്കീർണവുമായ സൈനിക നടപടിയാണിതെന്നും പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ പോയ മാനം തിരിച്ചുപിടിക്കാനുള്ള അമേരിക്കയുടെ പാഴ്ശ്രമമായി മാത്രമേ ഈ വാക്കുകളെ കാണേണ്ടതുള്ളൂ. ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും രഹസ്യവും എന്ന് മാത്രമല്ല സമ്പൂർണ്ണ പരാജയവുമായ ആദ്യ നടപടി എന്നുകൂടി ചേർത്ത് വായിക്കുന്നതായിരിക്കും നല്ലത്.